റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് വീണ്ടും നോട്ടീസ് അയച്ച പ്രത്യേകാന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് വേഗം നീങ്ങുന്നു SIT എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. പക്ഷേ ഒന്നുകൂടി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപുണ്ടായ അറസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാം ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ്. അതായത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുക ചെയ്തിരുന്നത്. അതിൽ KS ബൈജുവിന്റെ മാത്രമാണ് വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് നേരെ വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സന്ദർഭം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വാസുവിനെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അതായത് ഉടൻ ഹാജരാകണം. അത് 2-3 ദിവസം മാത്രമാണ് ഒരു സമയം നൽകുക. അതിനുള്ളിൽ തന്നെ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് വാസുവിന് നൽകിയിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് നോട്ടീസ് അയക്കുന്നത്. ആദ്യ തവണ വാസുവിനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ പലതിൽ നിന്നും വാസു ഒഴിഞ്ഞു മാറുകയും ചില ചോദ്യങ്ങൾക്ക് ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ വീണ്ടും വിളിപ്പിക്കും എന്നുള്ള കാര്യം SIT ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് വിളിപ്പിച്ചിരിക്കുന്നത് വളരെ നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാസുവിന് പിന്നാലെ പത്മകുമാറിനെ, അതായത് 2019 പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ നേതൃപദവി അലങ്കരിച്ചിരുന്ന പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യാനാണ് തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. അതായത് പത്മകുമാറിന് ഉടൻ നോട്ടീസ് നൽകും. കഴിഞ്ഞ തവണ നോട്ടീസ് കൊടുത്ത സമയത്ത് പത്മകുമാർ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് വരുന്നത്. അതായത് പത്മകുമാർ നോട്ടീസ് നൽകിയ സമയത്ത് പത്മകുമാർ SIT അറിയിച്ചത് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പത്തനംതിട്ട നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ നിലവിൽ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു അവധി വാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ ഒരു സാവകാശവും ഒരു ഇളവും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് SIT എത്തിയിരിക്കുന്നു. ഇനി നോട്ടീസ് നൽകിയാൽ കൃത്യമായി ഹാജരായിരിക്കണം എന്നുള്ളതാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ